ഒരു കൂട്ടം തവളകൾ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്രതീക്ഷിതമായി അവരിൽ രണ്ടുപേർ ആഴമേറിയ ഒരു കുഴിയിൽ വീണു. മറ്റുള്ള തവളകൾ കുഴിക്ക് ചുറ്റും കൂടി. അതിന്റെ ആഴം കണ്ടപ്പോൾ മറ്റു തവളകൾക്ക് മനസ്സിലായി രക്ഷപ്പെടുക അസാധ്യമാണെന്ന്. മുകളിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയാൻ തുടങ്ങി, രക്ഷപ്പെടാൻ കഴിയില്ല, വെറുതെ ശ്രമിച്ച് കഷ്ടപ്പെടേണ്ട, നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുഴിയിൽ വീണ തവളകൾ സർവശക്തിയും എടുത്ത് ചാടാൻ ശ്രമിച്ചു. ആദ്യത്തെ തവള മുകളിലുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലിനെ വിശ്വസിച്ചു. രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അവരുടെ വിധി ആ തവള വിശ്വസിച്ചു. അവന്റെ മനസ്സ് തളർന്നു. ശ്രമങ്ങൾ അവസാനിപ്പിച്ച് നിരാശനായി അവൻ മരണത്തിന് കീഴടങ്ങി. രണ്ടാമത്തെ തവള ഇതൊന്നും കാര്യമാക്കാതെ ചാടിക്കൊണ്ടേയിരുന്നു. ശരീരം മുറിഞ്ഞ് വേദനിച്ചിട്ടും വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. മുകളിലുള്ള തവളകൾ കൂടുതൽ ശക്തിയോടെ ഒച്ചയെടുത്ത് കൈകൾ വീശി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ ചാടാൻ തുടങ്ങി. എന്നാൽ അവിശ്വസനീയമായ ഒരു ചാട്ടത്തിലൂടെ അവൻ കുഴിയുടെ മുകളിലെത്തി. മറ്റുള്ളവർ അത്ഭുതത്തോടെ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? നിർത്താൻ പറഞ്ഞിട്ടും നീ എങ്ങനെയാണ് ചാടി മുകളിലെത്തിയത്? അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കിയത്. ആ തവള ഒരു ബധിരനായിരുന്നു. മുകളിലുള്ളവർ കൈകൾ വീശി കാണിച്ചതും അലറി വിളിച്ചതും തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് ആ തവള കരുതിയത്. ആ തെറ്റായ വിശ്വാസം അവനെ അസാധ്യമായത് സാധ്യമാക്കുന്നതിനുള്ള ഊർജം നൽകി. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ആദ്യത്തെ തവള മരിച്ചത് കുഴിയുടെ ആഴം കൊണ്ടല്ല, മറിച്ച് നിന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്ന വാക്കുകൾ അവന്റെ ആത്മവിശ്വാസം കെടുത്തി. നാവിന്റെ ശക്തി വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതിന് ഒരാളുടെ സ്വപ്നത്തെ തകർക്കാനും ഒരു വാക്കുകൊണ്ട് ഒരാളെ ഉയരത്തിലെത്തിക്കുവാനും കഴിയും. അത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ ഇത് നടക്കില്ല, നിങ്ങൾ തോറ്റുപോകും എന്നു പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ധാരാളം പേരുണ്ടാകും. ആ സമയത്ത് ബധിരനായ തവളയെപ്പോലെ ആകുക. അവരുടെ ഇല്ല എന്ന വാക്കുകളെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ അത് നമുക്കുള്ള കയ്യടിയാണെന്ന് കരുതാൻ സാധിച്ചാൽ നമുക്ക് തോൽക്കാനാവില്ല. ലോകം നിങ്ങൾക്ക് നേരെ എറിയുന്ന ഓരോ കല്ലുകളും പൂമാലയായി കണ്ട് അഭിമാനിക്കുക. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിലെ വിപരീത ശബ്ദങ്ങൾക്ക് മുമ്പിൽ ബധിരനായി മാറണം. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മാത്രം കേൾക്കുക. പുറത്തെ ബഹളങ്ങളെ അവഗണിച്ച് ഉള്ളിലെ ലക്ഷ്യബോധത്തെ മാത്രം പിന്തുടരുക. ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന അമ്പുകൾക്ക് കാറ്റിന്റെ ഗതിമാറ്റങ്ങളെ ഭയമില്ല. ലോകം എന്തു പറയുന്നു എന്നതിലല്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് കാര്യം. പുറത്തെ ശബ്ദങ്ങളെ നിശ്ചലമാക്കി ഉള്ളിലെ തീപ്പൊരിയെ ആളിക്കത്തിക്കുക. സിംഹം ഇരപിടിക്കാൻ ഇറങ്ങുമ്പോൾ ചുറ്റുമുള്ള നായ്ക്കളുടെ കുരകൾ കേട്ട് പതറാറില്ല. കേൾക്കുന്ന കുത്തുവാക്കുകൾ കൊണ്ട് മതിലല്ല പണിയേണ്ടത്, പകരം പരമോന്നതിയിൽ എത്തുന്നതിനുള്ള പടവുകളാണെന്ന് തിരിച്ചറിയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്